കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് നല്ല വിദേശ താരങ്ങളെ ടീമിലെത്തിച്ചിട്ടുണ്ട്. അവർ നല്ല മികച്ച പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ അവർ ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റ് ടീമുകളിൽ പോയി മികച്ച പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെരേര ഡയസ്. എന്നാൽ ഈ രണ്ട് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും മറ്റ് ഐസർ ക്ലബ്ബിൽ പോയപ്പോൾ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതെ വന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ആ താരങ്ങളാണ് അൽവാരോ വാസ്കസും ദിമിത്രിയോസ് ഡയമന്റക്കോസും. കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിലെ ഏറ്റവും നല്ല ഫോർവേഡുകളിൽ രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇവർ കളിച്ച സീസണിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ താരങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട്. ആദ്യം അൽവാരോ വാസ്കസ് ആണ്. വന്ന സീസണിൽ 21 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകൾ താരം നേടിയിട്ടുണ്ടായിരുന്നു. ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ കയറാനുള്ള പ്രധാന പങ്ക് വഹിച്ചത് അൽവാരോ വാസ്കസ് തന്നെയായിരുന്നു. നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ഫോർവേഡ് തന്നെയായിരുന്നു വാസ്കസ്. എന്നാൽ പിന്നെ താരം FC ഗോവയിലേക്ക് പോയെങ്കിലും അവിടെ കാര്യമായൊന്നും ചെയ്യാൻ താരത്തിന് സാധിച്ചിരുന്നില്ല. ഗോവയ്ക്ക് വാസ്കസിനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റാതെ പോയി. 17 മത്സരം കളിച്ച വാസ്കസ് വെറും 1 ഗോൾ മാത്രമാണ് നേടാൻ സാധിച്ചിരുന്നുള്ളൂ. പിന്നെ താരം ISL വിടുകയായിരുന്നു ചെയ്തത്. അടുത്തതായി ദിമിത്രിയോസ് ഡയമന്റക്കോസ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ആദ്യ ഗോൾഡൻ ബൂട്ട് വിന്നർ. ബ്ലാസ്റ്റേഴ്സ് കണ്ട ഏറ്റവും മികച്ച ഫോർവേഡുകളിൽ ഒരാൾ. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ദിമി കളിച്ച 2 സീസണുകളിലും താരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറർ. ആദ്യ സീസണിൽ 10 ഗോളും അതിന്റെ അടുത്ത സീസണിൽ 13 ഗോളുകളുമായിരുന്നു ദിമിത്രിയോസിന്റെ സംഭാവന. ദിമിയെ വിട്ടുകളഞ്ഞത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഒരു വലിയ മണ്ടത്തരം തന്നെയായിരുന്നു. ഒരുപക്ഷെ ദിമിയെ നിലനിർത്തിയായിരുന്നെങ്കിൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താരത്തിന് സാധിച്ചിരുന്നേനെ. ബ്ലാസ്റ്റേഴ്സ് വിട്ട ദിമി ഈസ്റ്റ് ബംഗാളിൽ എത്തിയെങ്കിലും അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചിരുന്നില്ല. 19 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും 1 അസിസ്റ്റും സ്വന്തമാക്കാനാണ് താരത്തിന് സാധിച്ചിരുന്നത്. അൽവാരോ വാസ്കസും ദിമിത്രിയോസ് ഡയമന്റക്കോസും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ ഒരു മായാത്ത പേരുകൾ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആത്മാർത്ഥമായി കളിച്ച കളിക്കാരിൽ ഇവരുടെ പേരുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ 2 താരങ്ങൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ട് മറ്റ് ഐസൽ ക്ലബ്ബിൽ പോയിട്ട് നല്ലോണം തിളങ്ങാൻ സാധിക്കാതെ പോയത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾ.